അല്ല എന്റെ കൂട്ടുകാരി ഈ ഒരു അവസരം എനിക്ക് തന്നതിൽ കൊണ്ട് മാത്രം, ഞാൻ ഏറ്റെടുത്തത് കൊണ്ടും ഇവിടെ നിലനിന്ന് പോയത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ്. ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ഇപ്പൊ സുമതി മാമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാന് ഇക്കാടെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വിവാഹം കഴിഞ്ഞ മുന്നേ ആള് മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അപ്പൊ അച്ഛനെ വരെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് സുമതി മാം. അപ്പോ ഇക്കാനെ ആണെങ്കിലും ഒരു മോനെ പോലുള്ള ആ ഒരു സ്നേഹം ഞാൻ വിഒപിയിലൊക്കെ പോകുന്ന സമയത്താണ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മളെയൊക്കെ എന്ന് വെച്ചാൽ ഒരു മോളെ പോലെ, ഒരു അനിയത്തിയെ പോലെയൊക്കെ ഉള്ള ആ ഒരു സ്നേഹമോ കാര്യങ്ങളോ ഭയങ്കര, എന്താ പറയാ, സുമതി മാമിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കൂടപ്പറപ്പിനെ കണ്ട പോലെ. ഒരുപാട് പേരെ കേട്ടോ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ദിവസം അല്ലെ, ഒരു നിലവിളക്കൊക്കെ ആയിട്ടൊക്കെ ക്ഷണം കിട്ടുക എന്നൊക്കെ ഒരു ചെറിയൊരു കാര്യമല്ല. ഒരുപാട് 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 സന്തോഷം. പവർഫുൾ ആയിട്ടുള്ള ഒരു MC ആയിരുന്നു സുമതി മാം. താങ്ക് യു മാം. ഇപ്പൊ ഇനി മാം പരിചയപ്പെടുത്തിയപ്പോൾ, ഓക്കെ മാം. അപ്പൊ മാം പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ പേര് അസീബ എന്നാണ്. പഴയന്നൂരാണ് സ്വദേശം. അതായത് പുതുക്കോട് സ്വദേശി തന്നെ ആയിരുന്നു. പിന്നെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയന്നൂർ ഭാഗത്ത് തന്നെ സെറ്റിൽ ആയി എന്നുള്ളതാണ്. അപ്പോ കമ്പനി നിലവിൽ SM ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അപ്പൊ നമുക്ക് സമയം വൈകണ്ടല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിട്ട് നമുക്ക് ഇന്നൊരു ടോപ്പിക് വൈസ്, ടോപ്പിക് ഇല്ലാണ്ട് വന്നിരിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങറ, എന്താന്നുള്ളത് അറിയില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോരോ വ്യക്തിത്വങ്ങളാണല്ലേ ഇവിടെ ഫിജി കാർഡിൽ വന്നത് നമ്മുടെ ഈ ഒരു മേഖല മുഖാന്തരാണ്. അപ്പൊ ചിലവര് പറയും മണി ചെയിൻ ആണോ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മേഖല, അതായത് നമുക്ക് ജീവിതം രക്ഷപ്പെടാൻ കഴിയും, നമ്മുടെ ജീവിത നിലവാരം മാറ്റം വരുന്നൊക്കെ ചിന്തിക്കുമ്പോഴും എന്താണ് ഈ ഒരു മേഖല എന്നുള്ളത് ഇനിയും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. ചിലപ്പോ അത് പുതിയതായിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യുക, പുതുക്കുന്നതായിരിക്കാം. ചിലപ്പോ അറിയാത്ത അറിവുകളായിരിക്കാം. പക്ഷെ നമ്മൾ വന്നിട്ടുള്ള മേഖലയിലെ നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മൾ വന്ന മേഖല എന്താണെന്നാണല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പോ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ചിട്ടുള്ള ഒരു തിരിഞ്ഞു നോട്ടാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തർക്ക് മുന്നിൽ ഞാനിന്ന് പ്രസന്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ID കട്ട് ആവണമെങ്കിൽ റീജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ആരുടെ മൈക്കാണോ ഓഫ് ആണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം മൈക്കൊക്കെ ഓഫ് ആണെങ്കിൽ, ഓൺ ആണെങ്കിൽ ഓഫ് ഒക്കെ ആക്കുക. അപ്പൊ അതിനായിട്ട് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ലൈഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ 7/3 കേട്ടോ ഉണ്ടായത്. അപ്പൊ അതില് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് പറയുന്ന ഒരു കാര്യം ഗുണങ്ങളായിട്ട് എത്തിക്കണം എന്നുള്ള ഒരു ഇതിലാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നേക്കാൾ ഉപരി ഈ മേഖല കടന്നു വന്ന അല്ലെ രീതി, അല്ലെങ്കിൽ കടന്നു വന്ന സാഹചര്യം എന്താന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണാം അല്ലെ, ഒരു ആധുനിക മനുഷ്യനിലെ, അതായത് കുരങ്ങനിൽ നിന്നുള്ള പരിണാമത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് കടന്നു വന്ന ഒരു സാഹചര്യം. അതായത് നമ്മുടെ ഈ ലോകത്ത് തന്നെ പല എന്താ പറയാ കാടുകളിൽ ഉപവസിച്ചു കൊണ്ട് തന്നെ അവിടുത്തെ കായ് കിട്ടുന്നത് അതെല്ലാം ഭക്ഷിച്ചുകൊണ്ട്, അതേപോലെ തന്നെ എന്താ പറയാ ഒരു മൃഗങ്ങളിൽ നിന്നിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെ ഈ ഏറുമാടങ്ങൾ പോലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിക്കൊണ്ട് അല്ലെ, എന്താണോ കാടുകളിൽ ഉള്ളത്, അപ്പൊ അവയുടെ വിത്തൊക്കെ വീഴുന്ന സമയത്ത് അത് നമ്മുടെ പുതിയ മരങ്ങളായിട്ടും കൃഷി രീതിയിലേക്കൊക്കെ മാറി. അതേപോലെ തന്നെ അന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ ഒരു സംരക്ഷണത്തിനായിട്ട് വീട് എന്നുള്ള ഒരു ഇതിലേക്ക് മാറിയിട്ടുള്ള ഒരു കാലഘട്ടം ആയിരുന്നു. ഇപ്പൊ അതായത് നമ്മൾ പല ശിലകൾ കൊണ്ടുള്ള ആയുധങ്ങളോ കാര്യങ്ങളൊക്കെ കൊണ്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ പുരാതന കാലത്ത് മുതല് എങ്ങനെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗിലേക്ക് മാറി എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നാണ് നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പോരാണ്ട് ചിലപ്പോ ഒരാളുടെ കയ്യിലുള്ള ഒരു സാധനം വേറൊരാൾക്ക് ഒരു ആവശ്യം വരില്ല. അപ്പൊ കൊടുക്കാനോ വാങ്ങാനോ ഒന്നും പണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത്
ഉണ്ടായ ഒരു സിസ്റ്റം ആണ് ബാർട്ടർ സിസ്റ്റം എന്നുള്ളത്. അതായത് എന്റെ കയ്യില് ഇപ്പൊ ഉള്ളത് ഒരു ചക്കയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് തേങ്ങയാണ് ഉണ്ടെങ്കിൽ എനിക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന, ചോദിക്കാൻ പറ്റുന്നവരിൽ നിന്ന് എന്ത് ചെയ്യണം, ഞാൻ സാധനം കൊടുത്തിട്ട് സാധനം വാങ്ങുകയാണ്. അപ്പൊ ഒരിക്കലും ഇത് തുടർന്ന് പോയപ്പോ ഈ സാധനങ്ങൾ ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു സാധനത്തിനുള്ള ഒരു വാല്യൂ ആയിരിക്കില്ല ചിലപ്പോൾ തിരിച്ചു കിട്ടുക. അപ്പൊ ഇവിടെ വാല്യൂ കുറവായിട്ട് വന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു പോകുന്ന സമയത്താണ് നാണയങ്ങള്, പണ്ടത്തെ ഇന്ത്യയിലത്തെങ്കിലും നാണയങ്ങളുടെ വരവുണ്ടായത്. അങ്ങനെ നാണയങ്ങൾ വന്ന് തുടങ്ങിയതിന് ശേഷം അതേപോലെ തന്നെ ഇപ്പൊ ചക്രങ്ങൾ കണ്ടുപിടിച്ച സമയത്ത് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവാനുള്ള ഒരു എന്താ പറയാ എളുപ്പമാർഗം ആയതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ചന്തകള് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്താണോ ഓരോരുത്തരുടെ കയ്യിലും ഉള്ളത് ആ സാധനങ്ങള് ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ എന്താണ് കുറച്ച് പൈസയുടെ മൂല്യത്തില് ഉള്ള ചന്തകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചന്തകളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് വന്നൊരു സമയത്താണ് അതൊരു ചെറിയ കടകളിലേക്കുള്ള ഒരു മാറ്റം എന്നുള്ളതിന് തുടങ്ങിക്കൊണ്ട് ചെറിയ രീതിയിൽ കിട്ടുന്ന സാധനങ്ങൾ എന്താണോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അവരവരുടെ സാധനങ്ങൾ വെക്കുന്ന ഒരു കടകളിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ എന്താ പറയാ പ്രിന്റിംഗ് പ്രസ്, അതേപോലെ റേഡിയോ, ടെലിഫോണ്, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, ഇതൊക്കെ എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഒരു 15-ാം നൂറ്റാണ്ടുകളിൽ ഓടുക്കനെ ഇതൊക്കെ വന്നതോടുകൂടി ഈ ഒരു മേഖലയിൽ സുവർണ കാലഘട്ടം എന്ന് പറയാൻ പറ്റും. ഈ ഒരു സമയത്തൊക്കെയാണ് 15-18 നൂറ്റാണ്ടുകളുടെ കാലഘട്ടത്തിലാണ് ഇവയെല്ലാം എന്താ പറയാ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പോസ്റ്റർ അടിക്കാന് ചെറിയ രീതിയിലാണെങ്കിൽ പ്രിന്റിങ്ങിലെ ഒരു സഹായത്തില്, പിന്നെ വാണിജ്യത്തിന് ഫോണുകളാണെങ്കിൽ എന്തായി ഉപയോഗപ്രദമായി. അതേപോലെ പരസ്യങ്ങളുടെ ഇത് ന്യൂസ് പേപ്പറിലൊക്കെ ആയിട്ട് ചെറിയ ഇപ്പൊ നമ്മൾ കാണുന്ന ഇന്നത്തെ ലെവലിലതല്ല, പക്ഷെ ചെറിയ ലെവലിലുള്ള തുടക്കങ്ങള് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം കൊണ്ടാണ് ട്രഡീഷണൽ മാർക്കറ്റ്, പാരമ്പര്യ നമുക്ക് സാധനം വാങ്ങുന്ന ഒരു രീതിയിലേക്ക്, മാർക്കറ്റിങ്ങിലേക്ക് ഒന്നും കൂടി ജനങ്ങളിലേക്ക് എത്തിയൊരു കാലഘട്ടം പറയുന്ന സമയത്ത് ഇവയൊക്കെ കണ്ടുപിടിച്ചൊരു കാലഘട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ സമയത്ത് ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാൻഡുകളൊക്കെ ആ ഒരു സമയത്താണ് ആരിൽ നിന്ന് നമുക്കൊരു സാധനം കൂടുതൽ വാങ്ങണം എന്ന് ഈ ഒരു ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് എംബ്ലം ഒക്കെ പോലെയൊക്കെ ഓരോ ചിഹ്നങ്ങൾ, മഷികളിലെ കൊണ്ടുള്ള ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്തു ഒരു ബ്രാൻഡിന്റെ നെയിം അതേപോലെ തന്നെയൊക്കെ ആയിട്ട് മാറ്റങ്ങള് വന്നു എന്നുള്ളതാണ്. റേഡിയോകളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്യങ്ങള് കൊടുക്കാൻ തുടങ്ങി. അതേപോലെ ചെറിയ മാഗസിൻ പോലത്തെ ബുക്കുകളും ന്യൂസ് പേപ്പറിലൊക്കെ ചെറിയ രീതിയിൽ എന്ത് വന്നു, പരസ്യങ്ങൾ, ഏത് കടകളാണോ അതിലെ സാധനങ്ങളെ കൊണ്ടുള്ള പോസ്റ്ററുകൾ വന്നു. അതേപോലെ തന്നെ ബിൽ ബോർഡ്, അത് എഴുതിയിട്ട് ഇത്ര കൂട്ടിയിട്ടും കുറച്ചും കൊടുക്കാൻ കഴിയുന്ന ബിൽ ബോർഡ് പോലത്തേതും അതേപോലെ തന്നെ സാധനങ്ങളുടെ ഇനത്തിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ബിൽ ബോർഡുകളൊക്കെ വന്നു. അങ്ങനെ സാധനങ്ങൾക്ക് ബ്രാൻഡിങ് ആയി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് പണ്ടത്തെ ഒരു നമുക്ക് 19-ാം നൂറ്റാണ്ട് വരുന്നതിന് മുന്നേ ഈ ഒരു നമുക്ക് സാധനം വാങ്ങലാണെന്നുണ്ടെങ്കിലും ജീവിച്ചു വന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ഇനി നമുക്കൊരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് മാറുന്നത് ചോദിക്കുമ്പോ ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞ സമയത്ത് 1700 അല്ലെങ്കിൽ 17-18 നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് അമേരിക്കയിലാണ് ഇതിൽ നഗരം തോറും സഞ്ചരിച്ചു കൊണ്ടുള്ള, അതായത് വീട്ടു ഉപകരണങ്ങളും പുസ്തകങ്ങളൊക്കെ നേരിട്ട് വീടുകൾ തോറും വിൽപ്പനയ്ക്ക് കൊണ്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കച്ചവട രീതി തുടങ്ങിയത് എന്നുള്ളത്.
അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ കാലിഫോർണിയ പെർഫ്യൂം കമ്പനിയാണ് ഈ വർദ്ധന വസ്തുക്കളും ഗാർഹിക ഉൽപ്പന്നങ്ങളും നേരിട്ട് വിൽപ്പന നടത്തിക്കൊണ്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ്, ഡോർ ടു ഡോർ, അതായത് ഒരു ഡോർ ടു ഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണാറുണ്ടല്ലേ, എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് പല വ്യക്തികളും 1 പോയിന്റിനാണ് 2 പോയിന്റിനാണ് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ അല്ലെ നമ്മളുടെ ഡോർ ടു ഡോർ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാം അല്ലെ. കാരണം അവര് ഇത്രയും ബുദ്ധിമുട്ടി വന്നത് കൊണ്ട് തന്നെ 1 രൂപ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ലോ പ്രൊഡക്റ്റ് റേറ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹെൽപ്പിംഗ് മൈൻഡിൽ ഉള്ളവരായിരിക്കും ചിലപ്പോൾ ഈ സ്ക്രീനിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക പേരും. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ ഈ ഡോർ ടു ഡോർ സിസ്റ്റം വരികയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഈ ഒരു 1930കളിലാണ് വീട്ടിലിരുന്ന് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചുള്ള വിൽപ്പന അമേരിക്കൻ നാടുകളിൽ തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ 1940-50 കാലഘട്ടമാവുന്ന സമയത്ത് വിറ്റാമിൻ കോർപ്പറേഷൻ ഓഫ് കാലിഫോർണിയ എന്നുള്ളത് MLM രീതി കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങള് അവരാണ് ഓരോ വീടുകളിലും എത്തിച്ചു എന്നുണ്ടെങ്കിൽ ഇത് വിതരണക്കാർക്കും പുതിയ ആളുകളെ ചേർത്ത് കമ്മീഷൻ നേടാനുള്ള ഒരു സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള മാറ്റം 1940കളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആധുനിക കാലഘട്ടം അപ്പൊ ആ ഒരു ഇതില് കടന്നു വന്നു. പക്ഷെ നമുക്കറിയാം 1947-ലൊക്കെ നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ എന്താ പറയാ പുറമേയുള്ള ബിസിനസ്സുകളും നിർത്തിക്കൊണ്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. കൃഷിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വ്യക്തികൾക്കും ഇവിടെ വന്ന് കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സമയങ്ങളിൽ കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, അതായത് ആഗോള തലത്തില് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ത് ചെയ്യാണ്, ലോകമെമ്പാടും തന്നെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1980കളിലാണ് യൂറിക്ക ഫോബ്സ് വാട്ടർ പ്യൂരിഫൈഡ് വിൽക്കാനുള്ള തുടക്കം കൊണ്ട് എന്താണ് ഇന്ത്യയിലേക്ക് ഗ്ലോബലൈസേഷൻ പറഞ്ഞ സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് പിന്നീടുള്ള, അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സമയം പറയുമ്പോൾ 1990 കാലഘട്ടത്തിലാണ് ഗ്ലോബലൈസേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ 1995-ല് ആംവേ, അതേപോലെ മോഡി കെയർ, ആവോൺ, ഓറിഫ്ലൈം തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര കമ്പനികളാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വലിയ നിയമങ്ങളോ കാര്യങ്ങളോ ആയിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എന്തും ല്ലേ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉള്ളത് പതിവുള്ള കാലഘട്ടം പറഞ്ഞാൽ ഇന്നും അങ്ങനെയാണ്, മുന്നേയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ മറവില് എന്ത് വന്നു, മണി ചെയിനുകൾ വന്നു. അപ്പൊ പലർക്കും അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ന്യൂ ജോയിനേഴ്സിന് അറിയുണ്ടാവില്ല മണി ചെയിൻ എന്താണെന്നുള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോ പല കമ്പനികളും അവരുടെ സാധനങ്ങളോ സേവനങ്ങളോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് സ്ട്രാറ്റജി, അതായത് ഒരു ബിസിനസ് തന്ത്രം ഉണ്ടാവും അല്ലെ. അതായത് അത് പരസ്യമാവാം, അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലുള്ളത്, ഫോണിൽ വരുന്നത്, അല്ലെങ്കിൽ TV-യിൽ വരുന്നതായിരിക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ന്യൂസ് പേപ്പർ, ഫ്ലെക്സ്, ബാനർ, ഇതൊക്കെ എന്താണ് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങളെ മാത്രം എന്താ പറയാ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സാലറി ബേസ് അല്ലാണ്ട് കമ്മീഷൻ ബേസിൽ കൊടുക്കുന്ന ഒരു വരുമാന രീതിയാണ് എന്ത് പറയുന്നത്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സാധനോ അതല്ലെങ്കിൽ സേവനോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ മണി അത് പറഞ്ഞ സമയത്ത് നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ സാധനമോ സേവനമോ ഇല്ലാണ്ട് പല സ്കീമുകളില് ആൾക്കാരെ സംയോജിപ്പിച്ചുകൊണ്ട് പണങ്ങളെ മാത്രം ഉപാധിയായി എടുത്തുകൊണ്ട് നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ് മണി ചെയിൻ എന്നുള്ളത്. അപ്പൊ ഇത് ഒരിക്കലും ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിന് തെളിവുകൾ ഉണ്ടായിരുന്നില്ല. കാരണം പലവരും എന്താ നമ്മൾ ചിന്തിക്കുക, ജോലി ചെയ്യാണ്ട് നമുക്ക് പൈസ ഇരട്ടിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് അല്ലെ, അതില്ലാത്ത പൈസനെ എന്താക്കിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യണ്, നമ്മൾ ബുദ്ധിമുട്ടാണ്ടുള്ള പൈസയാണ് കിട്ടുന്നത് ഉള്ള സമയത്ത്
അവിടെ കൊണ്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ഒരു കമ്പനിയോ കാര്യങ്ങളോ നിൽക്കാണ്ട് പോകുമ്പോൾ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ആണ് ഒരുപാട് വ്യക്തിത്വങ്ങളുടെ എന്ത് പോയിരിക്കുന്നത് കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്തത്തെ ആ ഒരു പ്രതിനിധീകരിച്ചുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മളെ പോലല്ലേ പലരും പറയുമ്പോ ആ ഒരു ഇപ്പൊ ഫിജി കാർഡ് ആണെന്നുണ്ടെങ്കിൽ കാണുന്നത് എന്തായിരിക്കും ചിലപ്പോ മണി ചെയിനിന്റെ ഇതിലായിരിക്കാം കാണുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയില് മണി ചെയിനും കാര്യങ്ങളും കൂടുതലായിട്ട് വരുന്നു. അപ്പൊ ഗവൺമെന്റ് കൺഫ്യൂഷൻ ആയി. കാരണം വിജയിച്ച് വന്നിട്ടുള്ള രാജ്യങ്ങളിലേക്ക്